അപ്പോൾ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ നൽകാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നു. CMRLുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിക്കാനുള്ള സാധ്യതകളുണ്ട്. ലഭിച്ച പണം എന്താണ് ചെയ്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തെത്തിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഇഡി ഉള്ളത്. നമുക്ക് 2 കോടി രൂപയുടെ ഇടപാട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാമെന്നുണ്ടെങ്കിൽ പോലും CMRLുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വയ്ക്കണം. കാരണം തോറിയം കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമായി മാറുമെന്നുള്ള ഒരു കാര്യം കൂടി വെളിപ്പെടുത്തൽ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടുള്ള കമ്പനിയുമായിട്ട് അന്ന് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എന്തായിരുന്നു ഇടപാട്, ഇത് പൂർണ്ണമായിട്ടും വ്യക്തമാക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. ഈ സാഹചര്യം വരുന്നതോടുകൂടി രാജ്യദ്രോഹ കുറ്റം, അത് നമ്മൾ ഇന്നലെയും പറഞ്ഞു, രാജ്യദ്രോഹ കുറ്റം വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ എന്തായാലും CMRLുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചുമൊക്കെ തള്ളിയതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ ഈ ഒരു നീക്കം ത്വരിതപ്പെടുത്തി പോകുന്നുണ്ട്. ഹൈക്കോടതി വിധി ഇഡിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസവും കൂടിയാണ്. അപ്പൊ 12ഓളം സ്ഥലങ്ങളിൽ 12ഓളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും ഇത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണ മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് വീണയെ സംബന്ധിച്ച് അത്ര സുഖകരമായിരിക്കില്ല. ഈ ഒരു സാഹചര്യം മുൻനിർത്തി തന്നെ ആയിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഇഡി പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ഏകോപിപ്പിക്കുക.